Chapter 1, question number 44, NCERT textbook, page number 55, exercise 13. Following is the information in respect of certain items of a sports club. You are required to show them in the income and expenditure account and the balance sheet. അതായത് നമുക്ക് താഴെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എങ്ങനെയെല്ലാമാണ് കാണിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കാം. ഇവിടെ രണ്ട് തരത്തിലുള്ള ഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സ്പോർട്സ് ഫണ്ട്, ഒന്ന് ജനറൽ ഫണ്ട്. എന്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്താലും അത് എഴുതേണ്ടത് എവിടെയായിരിക്കണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലായിരിക്കണം എഴുതേണ്ടത്. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുകയും വേണം. അതിനുശേഷമുള്ള ബാലൻസിങ് ഫിഗർ ആയിരിക്കണം ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ടത്. അതേസമയം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവ് ഫിഗറാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ലോസായിട്ട് ട്രീറ്റ് ചെയ്യുകയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഈ ഒരു ഐറ്റത്തിലേക്ക് നമുക്ക് കടക്കാം. സ്പോർട്സ് ഫണ്ട് ആസ് ഓൺ April 1, 2016 80,000. ഇതേതാണ്? ഓപ്പണിംഗ് സ്പോർട്സ് ഫണ്ടാണ്. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ ഇന്നർ കോളത്തിൽ എഴുതാം. സ്പോർട്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? അസറ്റ് സൈഡിൽ എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ സ്പോർട്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് ഇൻട്രസ്റ്റ് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റുമേ കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. ഈ ഇൻട്രസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയല്ല വേണ്ടത്, ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഡൊണേഷൻ ഫോർ സ്പോർട്സ് ഫണ്ട് ആഡ് ചെയ്യാം. സ്പോർട്സ് പ്രൈസ് അവാർഡ്, അപ്പോൾ ഇവിടെ സ്പോർട്സ് പ്രൈസ് കൊടുക്കാൻ വേണ്ടി ചിലവാക്കിയിരിക്കുന്ന എമൗണ്ടാണ് 16,000. അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. എക്സ്പെൻസസ് ഓൺ സ്പോർട്സ് ഈവൻറ്റ്സ് 7,000. അതെന്ത് ചെയ്യാം? ലെസ് ചെയ്യണം. അങ്ങനെ ലെസ് ചെയ്തും ആഡ് ചെയ്തും കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ആയിരിക്കണം ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ടത്. ബാലൻസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. നെക്സ്റ്റ് വൺ ജനറൽ ഫണ്ട് ലയബിലിറ്റി സൈഡിൽ ഇന്നർ കോളത്തിൽ എഴുതാം. ജനറൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് സൈഡിൽ എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ജനറൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ട എമൗണ്ട് എത്രയാണ്? 2,20,000. അപ്പോൾ നമ്മളത് ഇൻകം ബാലൻസ് ഷീറ്റ് വരച്ച് ഈ ഐറ്റംസ് കാണിക്കുക. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 45, NCERT textbook, page number 56, exercise 14. Receipts and payments account of Metric Club Sports Club showed that 68,500 was received by way of subscriptions for their entered on 31st March 2017. അതായത് ഈ വർഷം അവർ സബ്സ്ക്രിപ്ഷനായിട്ട് റിസീവ് ചെയ്തിരിക്കുന്നത് 68,500 ആണ്. ഇയർ ഏതാണ്? 31st March 2017 ആണ്. അപ്പോൾ കറൻറ്റ് ഇയർ എന്ന് പറയുന്നത് 1st April 2016 to 31st March 2017. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് ഏതൊക്കെയായിരിക്കും? 1st April 2016 ഓർ തൊട്ട് മുമ്പത്തെ ക്ലോസിംഗ് ഡേറ്റ്, ദാറ്റ് ഈസ് 31st March 2016. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31st March 2017. ഇനി ഇതിലത്തെ അഡീഷണൽ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31st March 2016 6,500. നമുക്കറിയാം തൊട്ട് മുമ്പത്തെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. തൊട്ട് മുമ്പത്തെ ക്ലോസിംഗ് ഡേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31st March 2016. ഇതേതാണ്? ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31st March 2017. ഇത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st March 2017. ഇത് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെസ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. അപ്പോൾ നിങ്ങളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷോ ഹൗ ദാറ്റ് എബവ് ഇൻഫോർമേഷൻ വുഡ് അപ്പിയർ ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ് ഫോർ ദിയർ എൻറ്റേർഡ് ഓൺ 31st March എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ച് ഇൻകം സൈഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യുകയും ലെസ് ചെയ്തും കാണിക്കുക. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് വരച്ച് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും വരച്ച് എഴുതാം. അല്ലെങ്കിൽ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അതിനേക്കാളും നല്ലത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റും വരച്ച് എഴുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 46, NCERT exercise 15. Receipts and payments account year ending 31st March 2017. അതിൽ തന്നിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും വായിച്ചു നോക്കാം. അപ്പോൾ ഇവിടുത്തെ കറൻറ്റ് ഇയർ എന്ന് പറയുന്നത് 1st January 2017 to 31st December 2017. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1st January 2017 ഓർ 31st December 2016. ഇതിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കി നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഫോർ 2017
സ്റ്റിൽ ഓവിങ് വേർ ₹7,000. 2017 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റിൽ ഓയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ തന്നിരിക്കുന്നത് 2016 5,000, 17 83,000, 18 3,000, ടോട്ടൽ 91,000. 2016 തന്നിരിക്കുന്ന 5,000 ഏതാണ്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങിനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് 5,000 ആയിരുന്നു, അത് ഈ വർഷം ഫുള്ളായിട്ട് റിസീവ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലുള്ള സബ്സ്ക്രിപ്ഷൻ 5,000 എഴുതാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെസ് ചെയ്യാം. പിന്നെ 2018 അതേതാണ്? അടുത്ത വർഷത്തേക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെസ് ചെയ്യാം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി തന്നിട്ടുണ്ട്. നോക്കി നോക്കാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2017 ഇൻക്ലൂഡഡ് ₹400 ഫ്രം എ ലൈഫ് മെമ്പർ. അതായത് 2017 കളക്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ സബ്സ്ക്രിപ്ഷനിൽ ഏതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഒരു ലൈഫ് മെമ്പറുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ₹400 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈഫ് മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ആജീവനാന്ത മെമ്പർഷിപ്പ് എടുക്കുന്ന ആളെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ആജീവനാന്ത മെമ്പർഷിപ്പ് എടുക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കുക? ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്നാണ് പറയുക. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ എമൗണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട എമൗണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ലെസ് സബ്സ്ക്രിപ്ഷൻ ഫ്രം ലൈഫ് മെമ്പർ ഓർ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് 400. അത് കഴിഞ്ഞാൽ ആ 400 എവിടെയും കൂടി എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ 91,000, ലെസ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 5,000, ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 3,000, ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് 7,000, ലെസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ 400. അതിൻ്റെ ഒപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്താണ് ചെയ്യേണ്ടത്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇവിടെ സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ഡിഫൻസ് ബോണ്ട് വാസ് ₹7,000. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമുക്കിവിടെ ഡിഫൻസ് ബോണ്ട് തന്നിട്ടുണ്ട്. ഇതല്ലാതെ ഇൻട്രസ്റ്റും ഡിഫൻസ് ബോണ്ട് നമുക്കിവിടെ തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഡിഫൻസ് ബോണ്ടും റിസീവ് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് മുഴുവനും ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റും ഡിഫൻസ് ബോണ്ട് എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എഴുതണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിഫൻസ് ബോണ്ട് 7,000. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പാർട്ടായിട്ട് റിസീവ് ചെയ്തായിട്ട് ഒന്നും തന്നെ കാണിക്കുന്നില്ല, മുഴുവൻ ഇൻട്രസ്റ്റും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിഫൻസ് ബോണ്ട് 7,000. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റെൻറ്റ് സ്റ്റിൽ ഓവിങ് വാസ് ₹1,000. അപ്പോൾ അത് സ്റ്റിൽ ഓവിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്നതാണ്. അതായത് ഇയർ ഒന്നും പറയാത്തത് കൊണ്ട് അത് ക്ലോസിംഗ് ആയിട്ട് എടുക്കുക. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. റെൻറ്റ് 6,000, ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 1,000, ടോട്ടൽ 7,000. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ക്ലോസിംഗ് 1,000. നെക്സ്റ്റ് വൺ, ദ ബുക്ക് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡ് was ₹80,000. ₹30,000 of the investment was still in hand. ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സെയിൽ നടന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബുക്ക് വാല്യൂ 80,000. ഇനി ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയുണ്ട്? 30,000. അതാണല്ലോ നമ്മളോട് പറയുന്നത് 30,000 ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് വേഴ്സ് സ്റ്റിൽ ഇൻ ഹാൻഡ് എന്നാണ്. അതായത് ഇപ്പോഴും വിറ്റതിന് ശേഷം ഇപ്പോഴും 30,000 കയ്യിലുണ്ട്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ക്ലബിൻ്റെ കയ്യിൽ സെയിൽ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, പ്ലസ് ഇപ്പോഴും കയ്യിലുള്ള 30,000 ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്പണിങ്ങിലുണ്ടായിരുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? 80,000 പ്ലസ് 30,000, 1,10,000. അതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതായത് ഓപ്പണിങ്ങിലുണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 1,10,000. അതെങ്ങനെ കിട്ടിയത്? ഒന്ന്, സെയിൽ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, സെയിൽ നടത്തിയതിന് ശേഷം ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിലുണ്ടായിരുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 1,10,000.
ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അതെങ്ങനെയാണ് ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാം. ഈ വർഷം മേടിച്ചതാവില്ലേ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഈ വർഷം മേടിച്ചതാണെങ്കിൽ നമുക്ക് എവിടെ തരും? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സൈഡിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ പേയ്മെൻറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും ഏത് ഡേറ്റിലത്തെയാണ്? ഓപ്പണിംഗ് ഡേറ്റിലത്തെയാണ്. അപ്പോൾ ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ എഴുതണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 80,000 + 30,000 1,10,000. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ നടത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇവിടെ നമുക്ക് കിട്ടും, റെസിപ്റ്റ് സൈഡിൽ കിട്ടും. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കി നോക്കാം. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 90,000. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് സൈഡിൽ അതിൻ്റെ ബുക്ക് വാല്യൂ ഒന്നും തന്നിട്ടില്ല. അതേസമയം അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സെയിൽ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണ്? 80,000 ആണ്. സെയിൽ നടത്തിയിരിക്കുന്നതോ 90,000. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രോഫിറ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ നടത്തിയിരിക്കുന്നത്. എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി? 10,000. ദാറ്റ് ഈസ് 90,000 മൈനസ് 80,000. അപ്പോൾ ഈ 10,000 അതായത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ എഴുതണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എഴുതിയിരിക്കണം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 90,000 മൈനസ് 80,000 10,000. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള അടുത്ത ആയിട്ട് നമുക്കിവിടെ ആ റെസിപ്റ്റ് സൈഡിൽ തന്നെ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 2,000. അതെവിടെ എഴുതാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എഴുതാം. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഒന്നും തന്നെ ഇല്ല. കിട്ടേണ്ട ഇൻട്രസ്റ്റ് മുഴുവനും കളക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. The total furniture on January 1st, 2017 was worth rupees 12,000. ഇതേതാണ്? ഓപ്പണിംഗ് ഫർണിച്ചറാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. ഇനി ഈ ഫർണിച്ചർ സെയിൽ നടന്നിട്ടില്ലെങ്കിൽ എവിടെയും കൂടി എഴുതിയിരിക്കണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. സെയിൽ നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് എവിടെ നോക്കിയാൽ അറിയാം? റെസിപ്റ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം. റെസിപ്റ്റ് സൈഡിൽ സെയിൽ നടത്തിയതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഫർണിച്ചർ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അഡീഷണൽ പർച്ചേസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അപ്പോൾ അഡീഷണൽ പർച്ചേസ് ഉണ്ടോന്നില്ല നമുക്ക് എവിടെ അറിയാം? പേയ്മെൻറ്റ് സൈഡിൽ അറിയാം. പേയ്മെൻറ്റ് സൈഡിൽ നമുക്കറിയാം ഫർണിച്ചർ 21,600. സോറി, ക്വസ്റ്റ്യൻ നമ്പർ 16 സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോക്കിയത് കേട്ടോ, തെറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 തന്നെ തിരിച്ചു പോവാം. അതായത് ഫർണിച്ചർ സെയിൽ നടത്തിയതിനെ കുറിച്ച് റെസിപ്റ്റ് സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കി നോക്കുക. സെയിൽ ഓഫ് ഫർണിച്ചർ 3,200. അതിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണ്? 3,000. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? പ്രോഫിറ്റിലാണ് സെയിൽ നടത്തിയിരിക്കുന്നത്. എത്രയാണ് പ്രോഫിറ്റ്? 200. അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എഴുതാം. ഇൻകം സൈഡിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ 200. ഇനി നമുക്കറിയാം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ പർച്ചേസ് ഉണ്ടെങ്കിൽ പർച്ചേസും ആഡ് ചെയ്തിരിക്കണം, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഫർണിച്ചറുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന് ഓപ്പണിംഗ് ഫർണിച്ചർ, ഒന്ന് സെയിൽ ഓഫ് ഫർണിച്ചർ, ഒന്ന് അഡീഷണൽ പർച്ചേസ് ഓഫ് ഫർണിച്ചർ ₹20,000. അഡീഷണൽ പർച്ചേസ് ഏത് സൈഡിലാണ് തരാം? പേയ്മെൻറ്റ് സൈഡിലായിരിക്കും തരാം. അപ്പോൾ ഡിപ്രീസിയേഷനെ കുറിച്ച് ഇവിടെ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ ഈ 3 അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത് നോക്കാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ഫർണിച്ചർ 12,000 ലെസ് സെയിൽ ഓഫ് ഫർണിച്ചർ 3,000. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം സെയിൽ നടത്തിയ എമൗണ്ട് എല്ലാം ബുക്ക് വാല്യൂ ആണ് ലെസ് ചെയ്യേണ്ടത്. ആഡ് പർച്ചേസസ് 20,000, ടോട്ടൽ 29,000. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ടെക്സ്റ്റ് വായിച്ച് നോക്കി നിങ്ങൾ തനിയെ ചെയ്യുക. അതിനുശേഷം മാത്രം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഈ വീഡിയോ നോക്കിയാൽ മതി. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. സാലറി പെയ്ഡ് ഫോർ ദ ഇയർ 2018 ഈസ് ₹2,000. 18 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 18 എന്ന് പറയുമ്പോൾ നമുക്കറിയാം വരാൻ പോകുന്ന വർഷത്തെയാണ്. അതായത് പ്രീപെയ്ഡ് സാലറിയാണ്. പ്രീപെയ്ഡ് സാലറി ഏതാണ്? എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. അപ്പോൾ ഇവിടെ സാലറി 12,000 ലെസ് പ്രീപെയ്ഡ് സാലറി 2,000, നെറ്റ് എമൗണ്ട് 10,000. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് സാലറി 2,000. അപ്പോൾ ഇവിടെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, സബ്സ്ക്രിപ്ഷൻ്റെ കഴിഞ്ഞു, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽ ഓഫ് ഫർണിച്ചർ, ഇതെല്ലാം കഴിഞ്ഞതാണ്. പേയ്മെൻറ്റ് സൈഡിൽ റെൻറ്റ് കഴിഞ്ഞു, സാലറി കഴിഞ്ഞു, പോസ്റ്റേജ്, എക്സ്പെൻഡിച്ചർ സൈഡിൽ ഏത് ഇലക്ട്രിസിറ്റി ചാർജ്, റവന്യൂ പേയ്മെൻ്റ് ആണ്, പർച്ചേസ് ഓഫ് ഫർണിച്ചർ കഴിഞ്ഞു. ബുക്സ് എന്ത് ചെയ്യണം? ഇത് ഈ വർഷത്തെ പർച്ചേസാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. ഡിഫൻസ് ബോണ്ട് കറൻറ്റ് ഇയറിലെ പർച്ചേസാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഹെൽപ്പ് ടു നീഡി സ്റ്റുഡൻസ്, അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. റവന്യൂ പേയ്മെൻ്റ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 46 NCERT എക്സസൈസ് 16. ഫോളോയിങ്
receipts and payments account was prepared from the cash book of Delhi Charitable Trust for the year ending 31st December 2017. അപ്പോൾ ഇവിടുത്തെ കറൻറ്റ് ഇയർ 1st January 2017 to 31st December 2017. ഓപ്പണിംഗ് ഡേറ്റ് 1st January 2017 or 31st December 2016. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നന്നായി വായിച്ചു നോക്കുക. അഡ്ജസ്റ്റ്മെൻറ്റും വായിച്ചു നോക്കാം. അപ്പോൾ അതിൽ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് പറയാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ തനിയെ ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ വീഡിയോ കണ്ടാൽ മതി. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ട്രീറ്റ് 1/3 ഓഫ് ദ എമൗണ്ട് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഡൊണേഷൻ ആസ് ഇൻകം. അതായത് ഡൊണേഷൻ എത്രയാണ് റിസീവ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ 1/3 ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2/3 എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസ് ചെയ്യുന്നു പറഞ്ഞാൽ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡൊണേഷൻ നമുക്ക് റെസിപ്റ്റ് സൈഡിൽ എത്ര തന്നിരിക്കുന്നത്? 9,000. 9,000 1/3 എന്ന് പറയുമ്പോൾ 9,000 × 1/3, അതായത് 3,000. അപ്പോൾ 3,000 ആയിരിക്കണം ഇൻകം സൈഡിൽ എഴുതേണ്ടത്. ബാക്കി 6,000 ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇൻഷുറൻസ് പ്രീമിയം വാസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 3 months. ഇത് പേയ്മെൻറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഇൻഷുറൻസ് ഉണ്ട് 2,000. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ആ എമൗണ്ടിൽ 3 മാസത്തേക്കുള്ള ഇൻഷുറൻസ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ ഈ ഇൻഷുറൻസ് 2,000 എത്ര മാസത്തെ ഇൻഷുറൻസ് പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? 12 + 3 15 മന്ത്സിലേക്കുള്ള ഇൻഷുറൻസ് പ്രീമിയമാണ് 2,000 എന്ന് പറയുന്നത്. നമുക്ക് എത്ര മാസത്തെ കാണിച്ചാൽ മതി? 12 മന്ത്സിലെ കാണിച്ചാൽ മതി. അതായത് 3 മാസത്തെ അഡ്വാൻസ് ലെസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ ഇന്നർ കോളത്തിൽ എന്ത് എഴുതും? 2,000 എഴുതും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് പ്രീപെയ്ഡ് ആണല്ലോ. ഈ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ 3 മാസത്തേക്കാണ് അഡ്വാൻസ് കൊടുത്തേണ്ടത്. ആ 3 മാസത്തെയാണ് ലെസ് ചെയ്യുക. അപ്പോൾ 3 മാസത്തേക്കുള്ള അഡ്വാൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2,000 × 3/15. 12 എല്ലാം 15 ആണ്. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൊടുത്ത ഇൻഷുറൻസ് പ്രീമിയത്തിൽ 3 മാസത്തെ അഡ്വാൻസ് ആയിട്ടുള്ളതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം 1 വർഷത്തെയും കൊടുത്തിട്ടുണ്ട് പ്ലസ് 3 മാസത്തെ കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര മാസത്തെ കൊടുത്തിട്ടുണ്ട്? 15 മന്ത്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 മാസത്തെ ഇൻഷുറൻസ് പ്രീമിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 2,000 × 3/15. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെസ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതണം. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ₹1,100 അക്രൂഡ് വാസ് നോട്ട് റിസീവ്ഡ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 4,500. അതിൻ്റെ ഒപ്പം പറഞ്ഞിരിക്കുകയാണ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ, അതായത് റിസീവ് ചെയ്യാത്ത എത്ര ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്? 1,100. അതെന്ത് ചെയ്യണം? ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. നെക്സ്റ്റ് വൺ, റെൻറ്റ്, സാലറി, അഡ്വർടൈസ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31 December 2018 എന്നാണ് തന്നിരിക്കുന്നത്. 18 അല്ല 17 ആണ്. അത് കറക്റ്റ് ചെയ്യുക. 31 December 2017. ഇത് ക്ലോസിങ്ങിൽ വന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ്ങിലാണ്. അതെല്ലാം എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ആഡ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്. അതോടൊപ്പം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. അപ്പോൾ പ്രോബ്ലം നന്നായി വായിച്ച് നോക്കി ചെയ്യാം. ഇതിലത്തെ ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട.